ഇന്ന് ഏപ്രിൽ 2 ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനമാണ്. ഓട്ടിസം ഉള്ളവരെ ഒറ്റപ്പെടുത്താതെ ചേർത്ത് നിർത്തുക, ഓട്ടിസത്തെക്കുറിച്ച് ലോകത്തെ ബോധവൽക്കരിക്കുക, അതാണ് ഈ ദിവസത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ഓട്ടിസം ബാധിതർക്കായി സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ശ്രീമതി ഷീജ സാന്ദ്രയാണ്. ഷീജ, സ്വാഗതം. മോളും ഒപ്പം തന്നെ ഉണ്ട്. പരിചയപ്പെടാനും സംസാരിക്കുന്നതിലും സാധിക്കുന്നത് വലിയ സന്തോഷമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഷീജ ഒറ്റയ്ക്കല്ല എന്ന് ആളുകൾക്ക് അവരെ ബോധ്യപ്പെടുത്തുക, ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. നമുക്ക് ആദ്യം അതിൽ നിന്ന് തുടങ്ങാം. ഇത്തരത്തിലൊരു ട്രസ്റ്റ് രൂപീകരിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പറയാമോ? നമസ്കാരം. പറഞ്ഞതുപോലെ എൻ്റെ പേര് ഷീജ സാൻഡ്ര ആണ്. എൻ്റെ മകളുടെ പേര് സാൻഡ്ര എന്നാണ്. മോക്കിപ്പോ 15 വയസ്സായി. അപ്പോ ബൈ ബർത്തിൽ തന്നെ മകൾക്ക് ഇങ്ങനൊരു അസുഖമാണ് ഉണ്ടായത്. മെന്റലിയും ഫിസിക്കലിയും ബെഡഡനാണ് മോള്. അപ്പോൾ ആ സമയത്തൊക്കെ ഹോസ്പിറ്റലൈസ്ഡും ഒക്കെ ആയിരുന്നു. അപ്പൊ ആ സമയത്താണ് ഇങ്ങനെയുള്ള ഒത്തിരി കുട്ടികളെ എനിക്ക് കാണാനിടയായതും. ആ കുട്ടികൾക്ക് സമയത്തിന് ഭക്ഷണം, മരുന്ന്, അപ്പോൾ ആ ചികിത്സ ഒന്നും കൃത്യമായി കിട്ടാതെ പല കുട്ടികളും മരിക്കുന്ന അവസ്ഥയിലും, അതുപോലെ തന്നെ അവരുടെ ഫാമിലി സപ്പോർട്ട് കിട്ടാതെ തന്നെ അങ്ങനെയുള്ള കുട്ടികളുടെ അമ്മമാര് സൂയിസൈഡ് ചെയ്യുന്ന ഒത്തിരി അവസ്ഥയൊക്കെ നേരിക്കണ്ടൊരു വ്യക്തിയാണ് ഞാനും. അപ്പൊ ഞാനും സാധാരണ ഒരു കുടുംബത്തിലുള്ളൊരു ആളാണ്. അപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഒരു കുഞ്ഞ് വന്നപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോ ഇങ്ങനൊരു കുഞ്ഞ് വരുമ്പോ ശരിക്കും ഞാനും അനുഭവിച്ചതാണ്. സമൂഹം വേറൊരു ആംഗിളിലാണ് നമ്മളെ കാണുന്നത്. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടേതായ ഒരു സന്തോഷം കണ്ടെത്താൻ നമ്മളൊന്ന് ശ്രമിച്ചിരുന്നത് ഇങ്ങനെയുള്ള കുട്ടികളും അമ്മമാരായിട്ട് മാത്രം കൂടുതൽ സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ അങ്ങോട്ടും കൂടെ നമ്മൾ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഇല്ലായ്മ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു മെഡിസിൻ ഇല്ലെങ്കിൽ വേറെ കുട്ടിയും അവരുടെ ഫാമിലിയെ ഡിപ്പെൻഡ് ചെയ്യുക, നമുക്ക് അങ്ങനെ ഒരു ഷെയറിങ് മെന്റാലിറ്റി ആയിരുന്നു നമ്മൾ പോയത്. കാരണം പുറത്ത് നമ്മൾ കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ ആൾക്കാർ വല്ലാത്തൊരു നോട്ടമൊക്കെയാണ് കുട്ടികളെ നോക്കുന്നത്. പിന്നെ അവരുടെ എന്ത് പറയണ്ടേ, നമ്മളോടുള്ള അപ്രോച്ചൊക്കെ വളരെ മോശം തന്നെ ആയിരുന്നു. ഇപ്പോ ഇവരെയും ചേർത്ത് നിർത്തണം എന്നൊക്കെ സർക്കാർ എല്ലാവരും വാദിച്ചാൽ പോലും ഇപ്പോഴും ചില മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ ഭിന്നശേഷി, ഈ ഓട്ടിസ്റ്റ്, നമ്മുടെ ഈ മക്കളെയൊക്കെ അവര് വേറൊരു രീതിയിൽ തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതില് നമ്മൾ സന്തോഷം കണ്ടെത്തുക, നമ്മളെ കുട്ടികൾക്ക് കിട്ടുന്ന സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഒരു അമ്മമാരുടെ ഒരു കൂട്ടായ്മയിൽ നമ്മളിങ്ങനെയുള്ള അമ്മമാരും കുട്ടികളായിട്ട് ചേർന്നിട്ട് ഒരു സ്നേഹസാന്ദ്രം എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് രൂപീകരിക്കുകയും അതിൽ 100-200ഓളം കുട്ടികൾക്ക് നമ്മൾ അവരുടെ ആവശ്യങ്ങൾ കണ്ടതിന് സഹായിച്ചു വരുന്നുണ്ട്. അതാണ് ഷീജ സാന്ദ്ര. നമ്മൾ ഒന്നുകിൽ അച്ഛന്റെ പേര് കൂടെ ചേർക്കും, ഭർത്താവിന്റെ പേര് കൂടെ ചേർക്കാറുണ്ട്, വീട്ടുപേര്, സ്ഥലപ്പേര്. പക്ഷെ ഇതൊന്നുമല്ല, സ്വന്തം മകളുടെ പേരിന്റെ ഒപ്പം ചേർത്ത് ഷീജ സാന്ദ്ര എന്നാണ്. അപ്പൊ ആ ഒരു നിങ്ങളുടെ ഒരു ബന്ധം, ആത്മബന്ധം ആ പേരിൽ തന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട്. മകളെപ്പോലെ തന്നെ ബാക്കിയുള്ള കുട്ടികളെയും കാണുന്നു എന്നുള്ളതാണ് താങ്കളുടെ വലിപ്പം. എങ്ങനെ പോകുന്നു ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ? കുഴപ്പമില്ല, കുറച്ച് നന്നായിട്ട് പോകുന്നുണ്ട്. ഒത്തിരി സുമനസ്സുകളുടെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ കുട്ടികളുടെ മെഡിസിനും അവരുടെ പോഷകാഹാരങ്ങളും അവരുടെ ഈ പറഞ്ഞ വീൽ ചെയർ, അവർക്ക് അത്യാവശ്യമുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ അവരെ വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായിട്ട് ആ ഫാമിലിയെയും ആ കുട്ടിയെയും സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പം ഓട്ടിസം ഡേ ആണ്. അപ്പോൾ ഇപ്പൊ ഞാൻ നിരന്തരം ഓട്ടിസം ആയിട്ടുള്ള കുട്ടികളുമായിട്ട് നിരന്തരം ഇടപഴകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു വീട്ടിൽ തന്നെ 2-3 കുട്ടികൾ ഇതേ ഓട്ടിസ്റ്റ് അവസ്ഥയിലുള്ളവര് ഒത്തിരി പേരെ എനിക്കറിയാം. അപ്പോൾ പലരും നമ്മളോട് ഒരേ കാര്യത്തിന് അവർ വരുമ്പോഴും നമ്മൾ ആ വീട്ടിൽ പോകുമ്പോഴും കാണുന്ന അവസ്ഥ, ഈ ഓട്ടിസ്റ്റ് ആയിട്ടുള്ള കുട്ടികളെ വീട്ടിൽ പൂട്ടിയിട്ടിട്ട് പുറത്തു പോകുന്ന അവസ്ഥയാണ്. അപ്പൊ തിരിച്ചു വരുമ്പോൾ അവർക്ക് അറിയാത്ത കുട്ടികളല്ല. അപ്പൊ ഒരു മലമൂത്ര വിസർജനമൊക്കെ കയ്യിലൊക്കെ ഇങ്ങനെ വാരി പിടിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരുപാട് അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോടും പറയും, നമ്മൾ എപ്പോഴും കുട്ടികളെ കൂടെ കൂട്ടുക. കാരണം ഇപ്പൊ എന്റെ മകളാണെങ്കിൽ നടക്കുന്നതല്ല, ബെഡ്ഡനാണ്. അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും കിടത്താലോ എന്ന് ഞാൻ സമാധാനിക്കും. കാരണം ഈ ഓട്ടിസ്റ്റുള്ള കുട്ടികളെന്ന് വെച്ചാൽ പുറത്തു കൊണ്ടുപോയാൽ അവർ ചെറിയ അക്രമവാസന ഉള്ളവരാണ്. അപ്പോൾ അത് കാരണം മറ്റുള്ളവർക്ക് നമ്മൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ ഇതൊരു രോഗമല്ല, അതൊരു അവസ്ഥയാണ് എന്ന് പോലും നമ്മളിപ്പോ മറ്റുള്ളവർക്ക് പറഞ്ഞാൽ പോലും അത് അംഗീകരിക്കാൻ അവർ അത്രയും നന്നായിട്ട് മനസ്സുള്ളവരല്ല. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട്, ഇങ്ങനെയുള്ള കുട്ടികളുടെ അമ്മമാരോട് പറയാറുണ്ട്, നമുക്ക് പറ്റുന്ന ഇടങ്ങളൊക്കെ നമ്മളെ കുട്ടികളെ കൂടെ തന്നെ കൊണ്ടുപോകണം. ഞങ്ങൾ യാത്രയൊക്കെ പോകാറുണ്ട് കുട്ടികളായിട്ട്. പിന്നെ ഈ ഓട്ടിസം അവസ്ഥയിലുള്ള കുട്ടികളെ
പുറത്ത് കൊണ്ടുപോകാനുള്ള സാഹചര്യം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ നമുക്ക് നല്ല കുറച്ച് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഈ സമൂഹത്തിലുള്ള കുറച്ച് ആൾക്കാരെങ്കിലും നമ്മൾ മുന്നോട്ട് വന്ന് അല്ലെങ്കിൽ കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ കുട്ടിയെ വളർത്താനൊരു ചുറ്റുപാട്, അതാണ് ആദ്യം നമുക്ക് മറ്റുള്ളവർ തരേണ്ട. അല്ലാതെ ദൂരെ നിന്നിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആ കുട്ടി അങ്ങനെ നോക്കുന്നില്ല ഇങ്ങനെ നോക്കുന്നില്ല അത് പറയാതെ ശരിക്കും നമ്മൾ എന്താണെന്ന് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു കൊച്ചിനെ വെച്ചിട്ട് സ്ട്രഗിൾ ചെയ്ത് വരുന്നതെന്ന് അത് പറ്റുന്നവരൊന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെയും കൂടെ പൊതുസമൂഹം ചേർത്ത് പിടിക്കുക. കാരണം ഒരു കുട്ടിയുള്ളവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അപ്പോൾ 2 കുട്ടികൾ ഒരു വീട്ടില് ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളവരുടെ ആ അമ്മയുടെ മാനസികാവസ്ഥ, ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥ വളരെ വലുതാണ്. കാരണം വീട്ടിലുള്ള സാധനങ്ങളൊക്കെ അടിച്ചു പൊട്ടിക്കുന്ന ഒരു ക്യാരക്ടറുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് എന്താ പറയണ്ടേ, അവര് അത്രയ്ക്കും ബുദ്ധിമുട്ടിയാണ് ആ ഫാമിലി ജീവിക്കുന്നത്. അപ്പൊ പുറത്ത് കൊണ്ട് പോകാൻ പോലും എവിടെയെങ്കിലും പോകണമെങ്കിൽ പോലും അവർക്ക് മനസ്സ് അനുവദിക്കുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ അവരുടെ കൂടെ നിന്നിട്ട് അവർക്ക് പറ്റുന്നിടത്ത് ചേർത്ത് നിർത്തി അവർക്ക് ഒരു മാനസിക ഉല്ലാസം എന്ന് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കാനാണ് വിധിയെന്ന് ഒരുപാട് പേര് പറയും നമ്മളോട്. പക്ഷെ എന്നാലും നമ്മൾ അതൊക്കെ ഓവർകം ചെയ്ത് അവർക്കും കുട്ടിക്കും നമുക്കൊക്കെ സന്തോഷപരമായിട്ടൊരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പിന്നെ എപ്പോഴും മറ്റുള്ളവരുടെ എന്താ പറയണ്ടേ എന്താ പറയണ്ട ഇത് വാങ്ങിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. സ്വന്തമായി നമ്മൾ അമ്മമാരെല്ലാവരും ജോലിയെടുത്ത് പറ്റുന്ന വിധത്തിൽ ജോലിയെടുത്ത് ജീവിക്കണം എന്നുള്ള ആഗ്രഹമുള്ള വലിയൊരു വിവാഹക്കാരാണ് നമ്മൾ. പക്ഷെ പലപ്പോഴും നമ്മളെ കൊണ്ട് അതിന് കഴിയാത്തത് കൊണ്ടാണ് പലരുടെ സഹായങ്ങൾ നമ്മൾ ചോദിച്ച് ഒരു പകുതിയെങ്കിലും ജീവിതത്തിൽ മുന്നേറാൻ നമ്മൾ ശ്രമിക്കുന്നത്. അതിന് ഒരു സമൂഹം നമ്മളെ കൂടെ നന്നായിട്ട് നിൽക്കൊണ്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഈ കുട്ടികളെയൊക്കെ വല്ലാണ്ട് പറയുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ മനസ്സിന് സങ്കടം ഉണ്ടെങ്കിലും നമ്മളും കുട്ടികളെ ഹാപ്പിയാണ്. തീർച്ചയായിട്ടും. ഷീജ ഇങ്ങനെ മകളുമായി ഇന്ന് വരണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിനകത്ത് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. അതിൽ ഒരു ഉദ്ദേശം, പ്രധാനപ്പെട്ട ഉദ്ദേശം, ഇത്തരത്തിലുള്ള അമ്മമാർ എപ്പോഴും രക്ഷകർത്താക്കൾ, ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെക്കാൾ അമ്മയ്ക്കും അച്ഛനുമായിരിക്കും അതിന്റെ വേദന അറിയാൻ കഴിയുക. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പുതുതായി രക്ഷകർത്താക്കളായ ആളുകളുണ്ടാകും. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ സമയമെടുക്കും അച്ഛനും അമ്മയ്ക്കും. ഇപ്പോൾ സാന്ദ്രയെ സംബന്ധിച്ചിടത്തോളം, സാന്ദ്ര മടിയിലുണ്ട് ഷീജയുടെ. സാന്ദ്ര 15 വയസ്സുകാരിയാണ്, 100% വൈകല്യമുള്ള കുട്ടിയാണ്. സാന്ദ്ര ഏതെങ്കിലും രീതിയിൽ കൈകൾ ചലിപ്പിക്കുകയോ കാലുകൾ ചലിപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാന്ദ്രയുടെ ഒരു വൈകല്യത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഒരു 5 വർഷത്തിന് മുന്നേ വരെ അവള് പില്ലോ സപ്പോർട്ടിൽ ജസ്റ്റ് ഇരിക്കും, ജസ്റ്റ് ഒന്ന് ചിരിക്കും, നന്നായിട്ടൊക്കെ ഇരിക്കും. ഇപ്പൊ ഫിക്സ് വരുന്നത് കാരണം അവളുടെ എന്താ പറയുക ഡെവലപ്മെന്റ് ബാക്കിലോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. മിക്കവാറും ഫിക്സ് വരുന്ന ഒരു കുഞ്ഞാണ്. എന്നാലും ആവുമ്പോൾ നമ്മളെ ട്രീറ്റ്മെന്റിലൂടെയും അവളെ ഹാപ്പി ആക്കാൻ പറ്റുന്നതിലൂടെയും ഞാൻ ചെയ്യുന്നുണ്ട്. സ്റ്റിൽ ഇപ്പൊ അവള് ഹാപ്പിയാണ്, സുഖമായിട്ടിരുന്ന് ഉറങ്ങുന്നുണ്ട്. കാരണം മരുന്നൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങുന്ന ടൈമാണ്. എന്നാലും ഞാൻ മനസ്സുകൊണ്ട് ഹാപ്പിയാണ് അവളില്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ അമ്മമാർക്കും നമുക്ക് കിട്ടിയത് കൊണ്ട് നമ്മൾ ഉൾക്കൊണ്ട് എന്നാൽ സന്തോഷിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ ശ്രമിക്കുന്നത്. ഇപ്പോ കഴിഞ്ഞ ദിവസം എന്റെ SLC എക്സാം ഞാൻ സ്ക്രൈബ് വെച്ച് മോക്ക് എഴുതിപ്പിച്ചിരുന്നു. അപ്പോൾ അതൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പം എൻ്റെ അടുത്തൊരു ഓട്ടിസം ഉള്ള ഒരു കുട്ടിയുടെ അപ്പൂപ്പൻ, ആ കുട്ടിയുടെ അച്ഛനും അമ്മയും മരിച്ചുപോയി. ആ അപ്പൂപ്പൻ എന്നെ വിളിച്ചിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, മക്കളെ അടുത്ത വർഷം എനിക്ക് എൻ്റെ കാശിയെ ഇതുപോലെ എഴുതിക്കണം, SLC എഴുതിക്കണം. ആ കുട്ടിയുടെ അപ്പൂപ്പനാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് മോൾ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടൊക്കെ ചെയ്തു തരണം. പക്ഷെ അത് ഭയങ്കര സന്തോഷമായി എനിക്ക് കേട്ടപ്പോൾ. കാരണം ഒരു എല്ലാ മേഖലകളിലും പിറകോട്ട് നിൽക്കുന്ന ഇങ്ങനെയുള്ള കുട്ടികളാണ് എന്ന് പറയുന്നെങ്കിലും നമ്മൾ ഒരുപാട് കഴിവുകളുള്ള കുട്ടികൾ ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. നന്നായിട്ട് ചിത്രം വരയ്ക്കുന്നവരുണ്ട്, ഡാൻസ് ചെയ്യുന്നവരുണ്ട്, പല മേഖലകളിൽ നല്ല സ്ഥാനം വഹിക്കുന്നവർ പോലും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ ഇപ്പോൾ ഉണ്ട് എന്നാണ് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ അവരുടെ ചെറിയ കഴിവുകൾ നമ്മൾ കൂടെ നിന്ന് അവരെ വികസിപ്പിച്ചെടുത്ത് മറ്റുള്ള സാധാരണ കുട്ടികളെ പോലെയെങ്കിലും അതിന്റെ ഒരു പകുതിയെങ്കിലും എത്തിക്കാൻ പറ്റണമെങ്കിൽ എത്തിക്കണം എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യമാണ്. തീർച്ചയായിട്ടും ഷീജ ഒരുപാട് പേർക്ക് പ്രചോദനമാണ്, ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള രക്ഷകർത്താക്കൾ ഉണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളുമായി നേരത്തെ ഷീജ പറഞ്ഞതുപോലെ പുറത്തിറങ്ങാൻ മടിക്കുന്ന, ചിലപ്പോൾ കുറച്ച് ഉപദ്രവമൊക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അവരെയും കൊണ്ടൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ഈ നോട്ടവും ചോദ്യങ്ങളും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വീട്ടിൽ തന്നെ അടച്ചിരിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ കാണുന്നുണ്ടെങ്കിൽ അവരോട് എന്താണ് ഈ ഒരു ദിവസം, ഇന്നത്തെ ദിവസം നിങ്ങളുടേതാണ്, നിങ്ങൾ പോരാടിക്കൊണ്ടേയിരിക്കുന്നു, അത് ആ ഫൈറ്റ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ആ അമ്മമാരോട് പറയാനുള്ളത്?
തീർച്ചയായിട്ടും നമ്മളിപ്പോഴും അത് പോരാടിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം സമൂഹത്തിൽ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പോൾ ജനിച്ചിങ്ങനെ ഒരു ഫസ്റ്റ് കുട്ടിയാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പലരുടെയും അഡ്വൈസ്, പലരുടെയും ഉപദേശമൊക്കെ ആയിട്ടാണ് നമ്മൾ ഇതുവരെ എത്തുന്നത്. അപ്പം നല്ല നല്ല ഡോക്ടേഴ്സിന്റെയും അവരുടെയൊക്കെ ഉപദേശങ്ങൾ തേടുക. അതുപോലെ തന്നെ ഒരുപാട് സൈക്കോളജിസ്റ്റ് ഉണ്ട്. നല്ല നല്ല കൗൺസിലിങ്ങിന് പറ്റുമെങ്കിൽ പോവുക. പിന്നെ മാക്സിമം ഇങ്ങനെയുള്ള കുട്ടികളുടെ അമ്മമാരുമായിട്ട് എപ്പോഴും സംസാരിക്കാൻ ശ്രമിക്കുക. പിന്നെ നല്ല സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞ സമ്പാദിക്കുക. എന്നിട്ട് നമുക്ക് പുറത്തോട്ടൊക്കെ പോകാൻ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയാം, നമ്മളൊക്കെ വിളിക്കുക, നമ്മളൊക്കെ നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. കാരണം ഞാനും ഇതിന്റെ ഏറ്റവും അറ്റത്ത് നിന്നിട്ട് കയറി വന്നൊരു വ്യക്തിയാണ്. എനിക്കിപ്പോ എന്റെ അച്ഛനമ്മ ഉള്ളതുകൊണ്ട് എന്റെ മകളെ നന്നായിട്ട് നോക്കുന്നുണ്ട് പകല്. അതുകൊണ്ട് എനിക്ക് എന്റെ ജോലി കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇൻവോൾവ് ആവാൻ പറ്റുന്നുണ്ട്. ഇപ്പോ സ്റ്റിൽ നമ്മളിപ്പോ പറഞ്ഞ പോലെ ഹാപ്പിയാണ്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ ട്രിവാൻഡ്രം ജില്ലയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെയും കൂടെ വിളിക്കാം. നിങ്ങൾക്ക് പറ്റുന്നു, ഫിനാൻഷ്യലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നിരുന്നാലും നമുക്കൊരു മോറൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും, നമ്മളെ കൂടെ കൂട്ടാൻ പറ്റും. നമുക്കൊരു യാത്ര പോകുമ്പോഴോ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഇടപെടാൻ പറ്റും. എന്താ പറയുക, നമ്മൾ സന്തോഷമായിട്ടിരിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോ നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടിട്ട് നമുക്കൊരു 20 സെന്റ് സ്ഥലം ഒരാൾ തന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാല് കൂടുതൽ ഇങ്ങനെയുള്ള കുട്ടികളെ അമ്മയൊക്കെ ഉപേക്ഷിക്കുന്ന കുറച്ച് ഒരു രീതിയാണ് തുടർന്ന് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുട്ടികളെ വെച്ചിട്ട് ആർക്കും വീട് പോലും വാടകയ്ക്ക് കൊടുക്കത്തില്ല. അപ്പോൾ മിക്ക സ്ഥാപനങ്ങളും കുട്ടിയെ മാത്രം നോക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങളൊരു സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെയുള്ള കുട്ടികളെ അമ്മയും കുഞ്ഞിനെയും കൂടെ എടുത്തുകൊണ്ട് അവർക്കൊരു സ്വയം തൊഴിലും കൂടെ കൊടുത്തുകൊണ്ട് ഒരു സ്ഥാപനം ചെയ്യണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. ഓൾറെഡി ഇപ്പൊ തന്നെ 200 പരം കുട്ടികൾ ഇപ്പൊ നമുക്കിപ്പോ എല്ലാ കാര്യത്തിലും ഉണ്ട്. അതില് 90% ഉള്ള ആ ഫാമിലിക്കും സ്വന്തമായി വീടും വസ്തുവൊന്നും ഇല്ലാത്തവരാണ്. അപ്പോ ഒരു കുടക്കീഴിൽ നിന്നിട്ട് നമുക്ക് പറ്റുന്നോളം നമ്മൾ ജീവിതത്തിൽ വിജയിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തീർച്ചയായിട്ടും ഒന്നിച്ചു നിൽക്കുമ്പോൾ അതിന്റെ ഒരു ബലം അത് വേറൊന്നാണ്. അതുകൊണ്ട് തന്നെ ഷീജ പറഞ്ഞതുപോലെ ഭിന്നശേഷിക്കാരായ മക്കൾക്കും അവരുടെ അമ്മമാർക്കും അന്തി ഉറങ്ങാൻ, ആരെയും ആശ്രയിക്കാതെ അന്തി ഉറങ്ങാൻ ഒരു വീട്, അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ വീടിന് സ്നേഹസാന്ദ്രത്തിന് 20 സെന്റ് സ്ഥലം ഒരു സുമനസ് വിട്ടു നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അവരോട് കാണിക്കേണ്ട ദയയല്ല, മറിച്ച് അവർക്ക് സഹായമാണ് വേണ്ടത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അല്ലെ ഈ ദയ കാണിക്കുക എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അവരെ സഹായിക്കാം. എന്താണ് നമ്മുടെ ഒരു പ്ലാൻ? അവിടെ ഒരു കെട്ടിടം അത് നമുക്ക് വേണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതിനെക്കുറിച്ച് പറയൂ. അതെ, ഞാൻ ഇപ്പൊ പറഞ്ഞ കൂട്ട് 20 സെന്റ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് ഒക്കെ ആയി കിടപ്പുണ്ട്. അപ്പൊ അതില് ഇങ്ങനെയുള്ള അമ്മയും കുട്ടിയെയും എടുത്തുകൊണ്ട് അവിടെ ഒരു സ്വയം തൊഴിൽ, അപ്പൊ ഒരു ഏതെങ്കിലും നല്ലൊരു 1-2 യൂണിറ്റ് അതിനകത്ത് കണക്ട് ചെയ്ത് അവർക്ക് സാമ്പത്തിക കൂടെ കിട്ടുന്ന രീതിയിൽ കുട്ടിയെ വളർത്തിക്കൊണ്ട് വരാനുള്ള അവരുടെ വിദ്യാഭ്യാസപരമായാലും ഈ പറഞ്ഞ പോലെ ആരോഗ്യപരമായാലും എല്ലാ സൗകര്യങ്ങളൂടെയും നടന്നു പോകുന്ന ഒരു സ്ഥാപനം ചെയ്യണമെന്നാണ് ആഗ്രഹം. അത് കാരണം അമ്മമാരുടെ മാനസിക നിലയും കൂടെ നന്നായിട്ടിരിക്കും. കാരണം അവര് ജോലി ചെയ്താണല്ലോ ജീവിക്കുന്നത്, കുട്ടികളെ നോക്കുന്നത്. അങ്ങനെയുള്ളൊരു ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കണമെന്ന് തോന്നലുള്ളൂ. കാരണം എപ്പോഴും നമ്മൾ വേറൊരാളുടെ സഹായം ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇത് തോന്നും, എന്താ ഇത്രയും ദിവസം ഒരാൾ ഹെൽപ്പ് ചെയ്തില്ലേ, ഇനി നമ്മൾ എങ്ങനെ അവരെ അപ്രോച്ച് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ ഇനി അങ്ങനെ ജീവിക്കും. അപ്പൊ ആ ഒരു ചിന്താഗതിയിൽ നിന്ന് മാറാനായിട്ട് പറ്റുന്ന വിധത്തിൽ നമ്മൾ ജോലി ചെയ്ത് നമുക്കൂടെ ജീവിതത്തിൽ മുന്നേറണം എന്നാണ് ആഗ്രഹം. അതിന് നമുക്കൊരു സ്ഥാപനം ആവശ്യമാണ്. അപ്പൊ നിലവിൽ നമ്മൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം കുട്ടികളുടെ മെഡിസിനും ഈ പറഞ്ഞ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഡെയിലി നടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഈ അവസ്ഥയിലൂടെയാണ് പോകുന്നത്. അപ്പോ ഇതൊന്ന് കണ്ടറിഞ്ഞ് നമുക്കൊരു കുഞ്ഞു കെട്ടിടം മതി അമ്മമാർക്കെല്ലാം കൂടെ ഒരുമിച്ച് കൂടാൻ. അപ്പൊ അതിന് നിങ്ങളുടെ പ്രേക്ഷകർ കാണുന്ന എല്ലാവരും നമ്മളൊന്ന് സഹായിക്കുക. തീർച്ചയായിട്ടും ഷീജ, ആ സഹായം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഷീജയെ അറിയുന്ന ഒരുപാട് പേരുണ്ട്. അറിയാത്തവർ, ഇത് കാണുന്നവർ ഷീജയെ വിളിക്കും ഇത് കഴിയുമ്പോൾ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം ഈ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്തുകൊണ്ട്, ഇപ്പൊ കെട്ടിടം ഇല്ലെങ്കിൽ പോലും 200ഓളം പേരെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ നിർത്താൻ ഷീജയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ അമ്മമാരെ ഏത് രീതിയിലാണ് അവരുമായിട്ട് മുന്നോട്ട് പോകുന്നത്, ആ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് പറയാമോ?
അവർക്ക് ചെറിയ ചെറിയ സ്വയം തൊഴിലുകൾ പോലെ തയ്യൽ യൂണിറ്റ്, ഗാർഡനിങ്, പിന്നെ കുറച്ച് അമ്മമാര് നല്ല വിദ്യാഭ്യാസമുള്ളവരുണ്ട്, അവർക്ക് കുറച്ച് വർക്കുകൾ DTP പോലത്തുള്ള വർക്കുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു വാസ്തവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികൾ മിക്കവാറും ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പോൾ അമ്മമാർക്ക് സ്ഥിരമായിട്ട് ഒരിടത്ത് പോയി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. കുട്ടിയെ നോക്കാൻ ഏൽപ്പിച്ചാൽ തന്നെയും സ്ഥിരമായിട്ട് നോക്കാൻ ട്രീറ്റ്മെന്റ് ജോലിയെടുത്ത് നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും അതിനൊരു സപ്പോർട്ടായിട്ട് കുറച്ച് പേരുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇതൊന്നും ഓവർകം ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാലും നമ്മളിപ്പം വളരെ നന്നായിട്ട് ഇവരുടെ കാര്യങ്ങൾ ഒരുവിധം നന്നായിട്ട് പോകുന്നുണ്ട്. പറ്റുന്നത് പോലെ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഇതിനകത്ത് അമ്മമാരും കുട്ടികളാണ് കൂടുതലുള്ളത്. എന്നാലും പുറത്തുനിന്ന് നമ്മളെ കുറച്ച് സുഹൃത്തുക്കളാണ് നമ്മളെ ഇപ്പോഴും ഇക്കാര്യങ്ങൾക്കൊക്കെ സഹായിച്ചു വരുന്നത്. ഇപ്പോഴും ചോദ്യങ്ങൾ ഉയരുന്നത് ഈ സമൂഹത്തിന് ഇപ്പോഴും ഭിന്നശേഷിക്കാരുടെ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകുന്നില്ല എന്നുള്ളിടത്താണ്. നേരത്തെ ഷീജ ഒന്ന് പറഞ്ഞു പോയി. കാരണം ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ടായി എന്ന് അറിയുമ്പോൾ ഉപേക്ഷിച്ചു പോകുന്ന അച്ഛന്മാർ അല്ലെങ്കിൽ ഇറക്കി വിടുന്ന ആളുകൾ ഇപ്പോഴും ഈ കാലത്ത് ഉണ്ടെന്നാണ് ഷീജ പറയുന്നത്. അതെ, തീർച്ചയായിട്ടുണ്ട്. പിന്നെ നല്ല അച്ഛന്മാരും ഉണ്ട് കേട്ടോ. ഒത്തിരി പേര് കുട്ടികളെ നന്നായിട്ട് നോക്കുന്നവരുണ്ട്. അപ്പൊ ഇപ്പൊ റെന്റൽ കെട്ടിടത്തിൽ തന്നെ ആണെങ്കിലും ഒരു സമയം കഴിഞ്ഞാൽ വാടക കൊടുക്കില്ല എന്നത് മനസ്സിലായി കഴിഞ്ഞാൽ അവരെങ്ങനെയെങ്കിലും ആ കുട്ടിയെയും അമ്മയും അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവസരത്തിലാണ് നമ്മൾ സംഘടന ഇടപെട്ട് അവർക്ക് ഒരു വീട്, ഒരു 5-6 കുട്ടികൾക്കും അമ്മയ്ക്കും കൂടെ ഒരു വീടൊക്കെ നമ്മൾ എടുത്തു കൊടുത്ത് അവര് വാടക കൊടുത്തില്ലെങ്കിലും നമ്മൾ കൊടുക്കും എന്നുള്ള ഉറപ്പില്. പിന്നെ ഉപേക്ഷിക്കപ്പെടുന്നവരാണ് ശരിക്കും കൂടുതലുള്ളത്. കാരണം നോർമലുള്ള ലൈഫിൽ തന്നെ എന്നും പ്രശ്നങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ഒരു കുഞ്ഞും കൂടെ വരുമ്പോൾ കുട്ടിയുടെ ട്രീറ്റ്മെന്റിന്റെ ബാധ്യത, അവരുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അപ്പൊ ഇതൊക്കെ വരുമ്പോഴത്തേനും പെട്ടെന്ന് ആ കുടുംബം അങ്ങ് പ്രശ്നത്തിലോട്ട് പോകുന്നതാണ് ഞാൻ കണ്ടുവരുന്നത്. ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ രീതിയിലാണ് ട്രീറ്റ്മെന്റ് ഒക്കെ വേണ്ടത്. ഇപ്പോ സാന്ദ്രയെ സംബന്ധിച്ചിടത്തോളം ഈ ബെഡ് റിഡൺ ആയതുകൊണ്ട് തന്നെ തെറാപ്പികളൊക്കെ ചെയ്യേണ്ടി വരില്ലേ ഇങ്ങനെ കിടക്കുന്ന കുട്ടി ആയതുകൊണ്ട്? അതെ, മോക്ക് ഫിസിയോതെറാപ്പിയാണ് കൂടുതലും ചെയ്യുന്നത്. ഈ പറഞ്ഞല്ലേ ഈ പറഞ്ഞൊരു ഭിന്നശേഷി എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ്, അതൊരു അസുഖമല്ല. അപ്പൊ അതുകൊണ്ട് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അതിന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ട്രീറ്റ്മെന്റ് ലെവലുള്ള ഫിസിയോതെറാപ്പി പോലുള്ളതൊക്കെയാണ് കൂടുതലും നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നത്. ഇപ്പം ഓട്ടിസം ആയിട്ടുള്ള കുട്ടികൾക്കും അവർക്ക് അവരുടേതായ ഒരുപാട് തെറാപ്പികളുണ്ട്. പബ്ലിക്കിലോട്ട് അവർ ഒത്തിരി മറ്റു കുട്ടികളായിട്ടും മറ്റു ആൾക്കാരായിട്ട് ഇടപഴകാനുള്ള ഒരു അവസരം ഉണ്ടായി കൊടുക്കുക. അപ്പോൾ അവർക്ക് നന്നായിട്ട് സംസാരിക്കുന്നതിലൂടെ അവരുടെ മറ്റുള്ളവരുടെ ആംഗ്യത്തിലൂടെയും അവർക്ക് കുറെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ വീട്ടിൽ അടച്ചിട്ട് വളർത്തുമ്പോൾ അവർ ആ ഒരു ഇതിൽ തന്നെ അങ്ങ് നിന്നു പോകും. പക്ഷെ പബ്ലിക്കിൽ മറ്റു നോർമൽ കുട്ടികളോട് ഓട്ടിസം ആയിട്ടുള്ള കുട്ടികളും കൂടെ ഇടപഴകുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നേക്കാളും അവർ ആ കണ്ടു പഠിക്കുന്ന, ഒരു 10 പ്രാവശ്യം ഒരു കുട്ടി ഇങ്ങനെ കയ്യോ കാലോ പൊക്കുന്നത് ഈ ഓട്ടിസം ഉള്ള കുട്ടി നോക്കി നിൽക്കുവാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിൽ ആ കുട്ടി അതുപോലെ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ നമ്മൾ കൂടുതലും മറ്റുള്ളവരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ അവർക്കൊരു അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. നല്ല നല്ല കഴിവുകളുള്ള കുട്ടികളാണ് നമുക്കൊപ്പം കൂടെ ഉള്ളത് തന്നെ. അവസരം പലപ്പോഴും എല്ലായിടത്തും നിഷേധിക്കപ്പെടുന്നതാണ് നമ്മുടെ ഇങ്ങനെയുള്ള കുട്ടികൾ വീട്ടിൽ അടയ്ക്കപ്പെടേണ്ടി ആകുന്നത്. ഈ ബോധവൽക്കരണം എന്ന് നമ്മൾ പറയുമ്പോൾ അത് വേണ്ടത് 2 ആളുകൾക്കാണ്. ഒന്ന് ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക്, മറ്റൊന്ന് സമൂഹത്തിന്. നമ്മൾ ഈ മാതാപിതാക്കളുടെ കാര്യം എടുക്കുമ്പോൾ ഷീജ സംസാരിക്കുമ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഓട്ടിസം ബാധിതയായ അല്ലെങ്കിൽ ബാധിതനായ ഒരു കുഞ്ഞിന്റെ അമ്മ ഇത് കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് വളരെ നന്നായി സംസാരിക്കുന്നു, ഞാൻ ഇങ്ങനെ അല്ലല്ലോ, എന്റെ മാനസിക അവസ്ഥ ഇതല്ലല്ലോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഷീജ ഒരു സമയത്ത് അങ്ങനെ ആയിരുന്നിരിക്കണം. കാരണം ജോലി പോലും ഉപേക്ഷിച്ച് മകൾക്ക് വേണ്ടി നിന്ന ഒരമ്മയാണ്. ഈ ഒരു ഇങ്ങനെ സംസാരിക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മുന്നോട്ടിറങ്ങാൻ ഒരുപാട് വർഷം ഷീജയ്ക്ക് വേണ്ടി വന്നു അല്ലേ? തീർച്ചയായിട്ടും. ഞാനും മോളായപ്പോ ഭയങ്കര ഡിപ്രഷന്റെ ആ ഒരു സ്റ്റേജിലൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ നിരന്തരം ഹോസ്പിറ്റലിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് ഇങ്ങനെയുള്ള കുട്ടികൾ മരിക്കുന്നു, അമ്മമാര് സൂയിസൈഡ് ചെയ്യുന്നു. അപ്പൊ എന്റെ കൂട്ടുകാരികൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്നെ അത് വല്ലാണ്ട് തളർത്തി. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് നമ്മൾ തുടങ്ങിയതാണ്. ഒരു മെഡിസിൻ കൊടുക്കുക, ഒരു ഡൈപ്പർ അങ്ങോട്ട് കൊടുക്കുക, ചെറിയൊരു ആശ്വാസ വാക്ക് പറയുക. ആ ഒരു തലത്തിൽ നിന്നാണ് ഞാൻ ഒരുപാട് സുഹൃത്തുക്കളെ സമ്പാദിച്ചു. ഇങ്ങനെയുള്ള അമ്മമാര് നല്ല വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്, വീട്ടിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇവരെയൊക്കെ ഞാൻ അങ്ങോട്ട് പോയി കാണും. ഒരു ഓണം ക്രിസ്മസ് വന്നാൽ ഇങ്ങോട്ട് കുറച്ച് അമ്മമാരും കുട്ടികളും വരും, ഞങ്ങൾ അവര് വീട്ടിൽ പോകും. അപ്പൊ ഇങ്ങനെ തുടങ്ങിയതിൽ നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികളല്ലാതെ കൂടെ പഠിച്ച കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവര് MSW-കാരായിരുന്നു. അപ്പൊ അവരെയും കൂടെ നമ്മൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് ഇത്രത്തോളം മുന്നേറാൻ പറ്റും. ഞാനിപ്പം മാഡം പറഞ്ഞതുപോലെ ഞാനിപ്പോ ഇങ്ങനെ സംസാരിക്കുന്നത് ഒരു പകുതി ഒരു എന്താ പറയണ്ടേ, അത് എന്റെ സുഹൃത്തുക്കൾ എനിക്ക് തന്നൊരു
സപ്പോർട്ടും കൂടിയാണ് ഞാൻ ഇത്രയെങ്കിലും ആവാൻ എനിക്കൊരു കാരണം. ഒരു ഫാമിലിയെക്കാളും പുറത്തു നിന്ന് കിട്ടിയ ഒരു സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് എന്റെ കുട്ടികൾക്ക്, എന്റെ മക്കൾക്ക് ഇത്രയെങ്കിലും ചെയ്ത് എനിക്ക് പുറത്തോട്ട് വരാൻ കഴിഞ്ഞത്. ഇല്ലെങ്കിൽ ഞാനും സാധാരണ ഒരു കുട്ടിയുടെ അമ്മ പോലെ വീട്ടിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായി പോയേനെ. ഒരു ലീഡർ എന്ന നിലയിൽ ഇപ്പോ ഒരു സന്തോഷം തോന്നുന്നുണ്ടോ? ഒരുപാട് പേർക്ക് ജീവിതത്തിലേക്കുള്ളൊരു തിരിച്ചുവരവ് അത് കൊടുക്കാൻ പറ്റി. അത് നമ്മുടെ കൺമുന്നിൽ തന്നെ കാണുമ്പോൾ ചിലപ്പോൾ പറഞ്ഞ പോലെ സൂയിസൈഡൊക്കെ ചെയ്യണമെന്ന്, ഇനി ജീവിതമില്ല എന്ന് വിചാരിച്ചിരുന്ന അമ്മമാർ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്ത് എൻ്റെ മകളെ അല്ലെങ്കിൽ മകനെ ഞാൻ നോക്കുമെന്ന് പറയുന്നത് കൺമുന്നിൽ കാണുകയാണല്ലോ ഷീജ. തീർച്ചയായിട്ടും കാണും. പിന്നെ നമ്മുടെ മക്കളെ സംബന്ധിച്ചോളം അവർക്ക് അങ്ങനെ ഒരു ഡീപ്പ് സ്ലീപ്പ് ഒന്നുമില്ല. പെട്ടെന്ന് എണീക്കും, പെട്ടെന്ന് ഉറങ്ങും. അപ്പൊ രാത്രിയൊക്കെ ഭയങ്കര ഉറക്കക്കുറവാണ്. അപ്പൊ പകല് നമ്മള് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷെ എന്നാലും നമ്മുടെ കൂട്ടുകാരികൾക്ക്, ഇങ്ങനെയുള്ള കുട്ടികളുടെ അമ്മമാർക്കൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അവർ ഉടനെ എന്നെ വിളിക്കും. ഇപ്പൊ എനിക്കിപ്പോ സംസാരിക്കണമെന്ന് തോന്നുന്നെങ്കിൽ എന്റെ ഫ്രണ്ട്സിനെ വിളിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികളുടെ എങ്ങനെ അത് മുന്നായിട്ട് നന്നായിട്ട് കൊണ്ടുപോകാം. നമുക്ക് കൂടുതലും മറ്റുള്ളവരായിട്ട് സംസാരിക്കാൻ സമയമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയ വിഷയം. പക്ഷെ പകൽ സമയം എന്റെ കൂട്ടുകാരി വിളിക്കുമ്പോൾ പറയും ഷീജയെ കിട്ടത്തില്ല എന്ന് പറയും. പക്ഷെ എന്നാലും ഞാൻ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ രാത്രിയാണെങ്കിലും കിട്ടുന്ന സമയത്ത് നമ്മൾ ഒരു വലിയൊരു കൂട്ടുകെട്ടുണ്ട്. നമ്മൾ പരസ്പരം എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്യും. അതിപ്പോ തെറ്റായിരുന്നാലും ശരിയാണേലും അത് നമ്മൾ വിലയിരുത്തി എനിക്ക് തോന്നുന്നു ഒരു കൗൺസിലറുടെ അടുത്ത് നമ്മൾ കൗൺസിലിങ്ങിന് പോകുന്നതിനപ്പുറം നമ്മുടെ അതേ അവസ്ഥ അനുഭവിക്കുന്ന മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അത് ഒരു ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും അല്ലെ? തീർച്ചയായും അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. നമ്മൾ എല്ലാവരോടും സംസാരിക്കും. ഇങ്ങനെയുള്ള കുട്ടികളെ വെച്ചിട്ട് വേറൊരു അമ്മമാരോട് സംസാരിക്കാൻ ശ്രമിക്കുക. മറ്റേ ആൾക്ക് ഇപ്പൊ ഞാൻ കണ്ടുവരുന്ന എന്ത് ചെയ്യാണ്, നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവരാരെയും ഫോൺ ചെയ്യാൻ വില്ലിങ് അല്ല. ഹോസ്പിറ്റലിൽ പോകും, വീട്ടിലിങ്ങനെ ഒതുങ്ങും, ഭയങ്കര ഒരു ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കും. അങ്ങനല്ല വേണ്ട. ഇപ്പൊ എന്റെ മോൾ ഇന്ന് ചിരിച്ചു എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ വിളിച്ച് എന്റെ 2 ഫ്രണ്ട്സിനോട് പറയും, എടേ ഇന്ന് എന്റെ മകള് ചിരിച്ചോട്ടെ, എനിക്ക് ഹാപ്പി ആയി. അപ്പം ആ കുട്ടി പറയുന്നത്, അയ്യോ ഇന്ന് ഞാൻ നോക്കിയപ്പോ എന്റെ മകളൊന്ന് ചെറുതായിട്ട് കാലനക്കി, അല്ല എന്റെ മകനൊന്ന് ഇരിക്കുന്ന കണ്ടു. അപ്പൊ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ SLC എഴുതുന്ന പോലെ +2 ജയിക്കുന്നത് പോലെയൊക്കെ ഉള്ള വലിയൊരു സന്തോഷമാണ് എന്റെ മകളൊന്നൊന്ന് ചിരിച്ചു എന്ന് ഞാൻ ഒരാളോട് എനിക്ക് പറയാൻ പറ്റുമ്പോ, അല്ലെങ്കിൽ എന്റെ മകളൊന്ന് ഇരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുമ്പോ, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ സന്തോഷം എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതുപോലെ തന്നെ മറ്റമ്മമാർക്ക് ഞാനിത് പറഞ്ഞു കൊടുക്കാറുണ്ട്. നമുക്ക് കിട്ടുന്നതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക, ബാക്കിയെല്ലാം ദൈവം നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ തന്നെയാണ് ഞാനിപ്പോ പോകുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മെന്റൽ ഹെൽത്ത്, അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ. നമ്മുടെ ഫിസിക്കലിയും നമുക്ക് ഹെൽത്ത് വേണം. ഇപ്പൊ തന്നെ മോളെ എടുത്ത് ഇത്രയും നേരം അരമണിക്കൂർ ഇരിക്കുന്നു, എത്രയോ എടുത്ത് നടന്നിട്ടുണ്ടാകും കുഞ്ഞിനെ. അപ്പോൾ മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് അല്ലെ, ഇത് രണ്ടും വേണ്ടതാണല്ലോ നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി, അമ്മമാരെല്ലാവരും കൂടി പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ യാത്ര പോവുകയോ നിങ്ങളുടെ ഹോബീസ് കണ്ടെത്തുകയോ ഒക്കെ ചെയ്യാറുണ്ടോ? ഉറപ്പായിട്ടും നമ്മൾ ഇടയ്ക്ക് കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മൾ ഇടയ്ക്ക് യാത്രകൾ പോകാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു കല്യാണമോ നമ്മളതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരുമിച്ചാണ് പോകുന്നത്. ഇപ്പോൾ നമ്മളിപ്പോ ഒരു ഓട്ടോറിക്ഷയിൽ 5 പേര് കൊള്ളുന്ന ചിലപ്പോൾ നമ്മൾ 6 പേരായിട്ട് പോകും. ഹാപ്പിയാണ്. കാരണം നമുക്ക് സന്തോഷം കണ്ടെത്തുന്നിടത്ത് നമ്മൾ ഈ പറഞ്ഞ മെന്റലിയും ഫിസിക്കലിയും നമുക്ക് എത്രത്തോളം ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നതിലൂടെയാണ് നമ്മളിപ്പോ പോകുന്നത്. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ അത് തിരിഞ്ഞു നോക്കാറേ ഇല്ല. കാരണം അവരുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവർക്ക് അറിവില്ലായ്മ ഉണ്ടല്ലേ പറയുന്നത്, നമ്മളത് വിട്ടുകളയും. നമുക്ക് കുട്ടികളെ അവര് ജീവിച്ചിരിക്കുന്നത് വരെ നമ്മൾ നന്നായിട്ട് അവരെ നോക്കണം. നല്ല ഫുഡ്, നല്ല വസ്ത്രം. അതുകൊണ്ട് നമ്മുടെ ഹെൽത്ത് നമ്മുടെ നന്നായിട്ടിരുന്നാൽ മാത്രമേ അവർക്ക് കൊടുക്കാൻ പറ്റൂ. ആ ഒരു അവബോധം അത് തന്നെയാണ് ഞാൻ മറ്റ് അമ്മമാർക്ക് കൊടുക്കുന്നത്. നമ്മൾ കരഞ്ഞും ഈ പറഞ്ഞ ഭക്ഷണം കഴിക്കാതെയും നമ്മളെ ഹെൽത്ത് നോക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ ആരും നോക്കത്തില്ല. അവര് പട്ടിണി കിടന്നായിരിക്കും ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഹെൽത്തി ആയിട്ടിരുന്ന് അവരെ നോക്കുക. നമ്മൾ മോശമായിട്ടിരുന്ന് നോക്കിയാൽ അവർക്കത് മനസ്സിന് ഭയങ്കര വിഷമാണ്. കാരണം എന്റെ അമ്മ ഇങ്ങനെ വിഷമം, ഇപ്പോ എന്റെ മോള് ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു ഹാപ്പിനെസ് എങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, നമുക്കിപ്പോ ആരോഗ്യം ഉള്ളതുകൊണ്ട് ഇത്രയും സമയം എടുത്ത് വെച്ചോണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. ഈ SLC എക്സാമിന് ഞാൻ 9 ദിവസവും ഞാൻ എടുത്തിട്ടാണ് പോയത്. എന്റെ വീട് കുറച്ച് കുത്തിറക്കത്തിനാണ്. അത്രയും തേരി കയറിയാണ് ഞാൻ വണ്ടി കൊണ്ടുപോയി എക്സാം എഴുതിട്ട് വന്നത്. പക്ഷെ എനിക്കും ഈ പറഞ്ഞ കണക്ക് നല്ല ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയൊരു ട്രീറ്റ്മെന്റ് എടുത്തു. പക്ഷെ മോളെ മുഖം നോക്കുമ്പോൾ ഇതൊക്കെ അങ്ങ് മറക്കും. കാരണം ഹോസ്പിറ്റലിൽ പോകേണ്ട അത്രയും അവസ്ഥ നമ്മളെ കൊണ്ട് എത്തിക്കുന്നില്ല. നമ്മൾ നോക്കുന്നതിന്റെ ഒരു കാര്യമായിരിക്കാം. അതുപോലെ എല്ലാ അമ്മമാരും കുട്ടികളെ ഇപ്പോൾ പറ്റുന്ന വിധത്തിൽ കിട്ടുന്ന സാഹചര്യത്തിൽ പൊന്നുപോലെ തന്നെയാണ് നോക്കുന്നത്. അവർക്ക് പബ്ലിക്കിൽ ഇറങ്ങിയ ഒരു സാഹചര്യം കിട്ടാത്തത് കൊണ്ടാണ്.
എല്ലായിടത്തും ഇപ്പൊ എന്റെ വീടിന്റെ അടുത്തുള്ളവരാണെങ്കിലും സുഹൃത്തുക്കളും എനിക്കൊരു അവസരം എടാ പുറത്തിറങ്ങി നിൽക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് വരൂ അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു സന്തോഷം അവരെ കൊണ്ട് പുറത്തിറങ്ങാൻ. അങ്ങനെ ഇങ്ങനെയുള്ള കുട്ടികളുടെ അയൽപക്കവും സുഹൃത്തുക്കളും അങ്ങനെ ഒരു കാഴ്ചപ്പാട് വരുവാണെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. കാരണം നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും. അതാണ് നമ്മുടെ രണ്ടാമത്തെ ബോധവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം. അതാണ് സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം വലിയൊരു ജോലിയില്ല. ഈ പറഞ്ഞ അമ്മമാരോടൊക്കെ നമുക്ക് പറയാം, അവർക്ക് മനസ്സിലാകും. പക്ഷെ ഈ നോട്ടവും ഈ ദയവ് കാണിക്കലും അല്ലെങ്കിൽ അല്ലെ നമുക്ക് ഒരു ശല്യമാണെന്ന രീതിയിലുള്ള നോട്ടവും കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തലും ഒക്കെ ഇപ്പോഴും ഉണ്ടെന്നുള്ളത് വാസ്തവം തന്നെയാണല്ലേ ഷീജ? തീർച്ചയായിട്ടും. ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ തന്നെ ഞാൻ ആ ഹോസ്പിറ്റലിന്റെ വാതിൽക്ക് എത്തുമ്പോൾ ഞാൻ കൊച്ചിനെ കൊണ്ട് അങ്ങ് തളർന്നു പോകും. കാരണം എനിക്ക് കണ്ണൊന്നും കാണത്തില്ല. അത് കൊച്ചിനെ ഒന്ന് എവിടെയെങ്കിലും കിടത്തിയാലും ഇരുത്തിയാലോ മതി. കാരണം എപ്പോഴും നമുക്ക് കൂട്ടുവരാൻ അച്ഛനും അമ്മയും ഉണ്ടാകത്തില്ല. അപ്പൊ ആ സമയത്ത് ഇപ്പൊ പെട്ടെന്ന് പോയ സിസ്റ്റർ പെട്ടെന്ന് നമുക്ക് ആ സ്ഥലം ഒരുക്കി തരുന്നു. ഇപ്പൊ സ്കൂളിൽ ഞാൻ എക്സാമിന് കൊണ്ടുപോയി, അപ്പൊ തന്നെ ടീച്ചർ തന്നെ അറിയാം വളരെ ക്ഷീണിതയായിട്ടാണ് കുട്ടിയുടെ അമ്മ വരുന്നതെന്ന്. അപ്പൊ തന്നെ കുട്ടിക്ക് കിടക്കാനുള്ള സംവിധാനം, ആ എക്സാം സെന്ററിൽ തന്നെ കിടക്കാനുള്ള സംവിധാനം നമുക്ക് വന്നിറങ്ങും തന്നെ ഒരുക്കി തരുന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്. നമുക്കൊരു മാനസികമായിട്ട് നമുക്കൊരു സന്തോഷമുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ പോയിട്ട് നമ്മളെ പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ തോന്നുമ്പോഴാണ് പിന്നെ നമുക്ക് മുന്നോട്ടൊരു കാര്യം ചെയ്യാൻ പറ്റാത്തത്. ഇപ്പൊ ഞാൻ ഇപ്പൊ റീസെന്റ് നടന്നതുകൊണ്ടാണ് മോളുടെ എക്സാം ഇത് പറഞ്ഞത്. അപ്പൊ ഒത്തിരി പാരന്റ്സ് എന്നെ വിളിച്ചു, വളരെ സന്തോഷമാണ്. അതിലൊരു അപ്പൂപ്പൻ വിളിച്ചതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. എന്റെ കൊച്ചുമകനും എനിക്ക് അങ്ങനെ ഒന്ന് കൊണ്ടുപോകണം. അത് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു കുട്ടിയുടെ അപ്പൂപ്പനാണ്. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും സൂയിസൈഡ് ചെയ്തു നേരത്തെ, ഇങ്ങനെ ഒരു കുട്ടി ആയതുകൊണ്ട്. അപ്പൊ മറ്റുള്ളവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇങ്ങനെയുള്ള അമ്മമാർക്കും കുട്ടികൾക്കും. അത് നമ്മളെ കൂടെ ഉള്ളവരെങ്കിലും ഒന്ന് മനസ്സിലാക്കി ഒരു ശകലം നമ്മൾ ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതി. നമുക്കും കുറച്ചായിട്ട് കുട്ടികളായിട്ട് പുറത്തോട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. ഞാൻ എപ്പോഴും പറയും നമ്മൾ സഹായിച്ചില്ല. നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ മോളൊന്ന് എഴുന്നേറ്റു അല്ലെ ഉറക്കത്തിൽ നിന്ന്. ഷീജ സാന്ദ്ര എന്ന താങ്കൾക്ക് ഇനിയും കൂടുതൽ ഊർജ്ജം ഉണ്ടാകട്ടെ. കാരണം താങ്കൾക്ക് ഊർജ്ജം കിട്ടിയാൽ താങ്കൾ അത് കയ്യിൽ വെക്കില്ല. താങ്കൾ അതിങ്ങനെ ബാക്കിയുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടേ ഇരിക്കുമെന്ന് വ്യക്തമാണ്. എല്ലാവിധ ആശംസകളും. ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് നന്ദി. നമുക്ക് സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന കാര്യത്തിൽ ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം. താങ്ക് യു സോ മച്ച്. ഒത്തിരി സന്തോഷം. ഓക്കെ. ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അതിഥികളുമായി കാണാം. നമസ്കാരം.